ഇവൾക്ക് കണ്ട 3-4-5 ആണുങ്ങളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിമറിയാനൊക്കെ ഇവൾക്ക് ആരോഗ്യം ഉണ്ടല്ലോ. പിന്നെ ഇവൾക്ക് എന്ത്? ഇവൾ എത്ര നാൾ ഇങ്ങനെ തുണി അഴിച്ചിട്ട്? ഇവൾ കഴിഞ്ഞ ദിവസത്തെ ഇവളുടെ കാണണം. അവൾ തുണിയെല്ലാം മാറ്റി വെച്ചേച്ച് ക്രീമും പുരട്ടി കണ്ട ആണുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന ഫോട്ടോ. നിങ്ങളൊരു തന്തയല്ലേ? നിങ്ങൾ നിങ്ങളുടെ മകളെ വ്യഭിചരിക്കാനാണ് പഠിപ്പിച്ചത്. സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നഗ്നതാ പ്രദർശനം നടത്തി പണം സമ്പാദിക്കുന്നുണ്ട്. രേണുസുതിയുടെ അച്ഛൻ തങ്കച്ചന് ഒരു വ്യക്തി അയച്ചൊരു വോയിസ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഡേവ് ദീവ് കോട്സ് എന്ന് പറയുന്ന ചാനലിലാണ് ആ ഒരു വോയിസ് നിലവിൽ പുറത്തു വന്നത്. എന്തായാലും നമുക്ക് ആദ്യം ആ വോയിസ് കേൾക്കാം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം രേണുവിൻ്റെ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ലൈവ്. അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. തങ്കച്ചൻ്റെ മറുപടി നമുക്ക് കേൾക്കാം. ഞാൻ ഇന്നലെ വൈകിട്ട് വിളിച്ച ആളാണ്. കോട്ടയത്ത് നിന്ന് തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ. ഞാൻ വിളിച്ച് ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവള് ഇനി ഈ രീതിയിൽ മുന്നോട്ട് ജീവിക്കാനാണ് പ്ലാനെങ്കിൽ നിങ്ങളുടെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് ഈ മേൽഘടകത്തിൽ ഇവള് കാണിക്കുന്ന സബ്സ്ക്രിപ്ഷൻ്റെ വീഡിയോസ് മുഴുവൻ ഞാൻ കാണിക്കും. ഇവള് കാണിക്കുന്ന അശ്ലീലം അത് സത്യമാണ് കേട്ടോ, അങ്ങനെ തന്നെ ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഒരു പബ്ലിക് ന്യൂസൻസ് ആയിക്കൊണ്ടിരിക്കുക, പൊതുശല്യമായി ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല, ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റുന്നില്ല, ഇവർ മാത്രമേ ഉള്ളൂ. ഇപ്പം പോരാത്തന്നെ ഇവരുടെ ലൈവ് വീഡിയോ ഉണ്ടല്ലോ, ആ പുറത്തുവിട്ട ആ വീഡിയോ ആണ് ഇപ്പം ഫുള്ള് കിടന്ന് കറങ്ങുന്നത്. എന്നിട്ട് ആ നാക്കിട്ട് കറക്കിയതിന് എന്തുമാത്രം ന്യായീകരിച്ച ഇവർ പറയുന്ന കണ്ടില്ല, ചുണ്ട് പൊട്ടിയോണ്ട് നാക്ക് വെച്ച് കറക്കിയതാണ്. ഈ ചുണ്ട് പൊട്ടിയിരിക്കണം, കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്. നിങ്ങളുടെ ചോറുണ്ണുന്ന ആൾക്കാർക്ക് അറിയാം നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ആ കാണിച്ചതെന്ന്. വെറുതെ ജനങ്ങളെ മണ്ടന്മാരാക്കാണ്ട് ശ്രമിക്കില്ല. ഇപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ, എത്രയോ പേർക്കൊക്കെ പോയി പേഴ്സണൽ മെസ്സേജ് അയച്ച് തെറി വിളിക്കുന്നതെന്നറിയോ? നാണമുണ്ടോ? അവരെങ്ങനെയും ജീവിക്കുന്നുണ്ട്, ഇങ്ങനെയാണോ ജീവിക്കേണ്ടത്? സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല, അതിനൊക്കെ വേറെ സൈറ്റുകളുണ്ട്. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും തുറന്ന് ഇതിനകത്ത് ഇങ്ങനെയുള്ള തോന്നിയാസങ്ങൾ കാണിക്കുന്നത് ഇപ്പോൾ രേണു മാത്രമല്ല, ആരായി കഴിഞ്ഞാലും എല്ലാവരും പ്രതികരിക്കുക, എത്രയേ ഉള്ളൂ. അവൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടായിരിക്കും അവൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ ഇവൾ കാണിക്കുന്ന അശ്ലീലങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയിലുണ്ട്. അത് മുഴുവൻ കൊണ്ടുവന്ന് പള്ളിക്കാരെയും കാര്യങ്ങളെ എല്ലാം കാണിച്ച് ഇതിനൊരു തീരുമാനമാക്കും. നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകത്തില്ലല്ലോ. എല്ലാവരും ഭർത്താവ് മരിച്ചാൽ തുണി അഴിച്ചിട്ടിട്ടാണോ ജീവിക്കുന്നത്? അല്ല ബാറിൽ ഡാൻസ് ചെയ്താണോ ജീവിക്കുന്നത്? അല്ല. സ്വന്തം അച്ഛൻ തങ്കച്ചൻ അയച്ചു കൊടുത്ത വോയിസ് ആണിത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരച്ഛന് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥ. എന്നാൽ അത് കേട്ടിട്ടെങ്കിലും മനസ്സിലാക്കുന്നോ? അതുമില്ല. തങ്കച്ചൻ നേരെ എന്തോ ചെയ്തേ, ഈ വോയിസ് എല്ലാം കൊടുത്ത് അങ്ങ് അഡ്വക്കേറ്റിന് അയച്ചു കൊടുത്ത്. എന്നാൽ തങ്കച്ചൻ അത് സ്വന്തമായിട്ട് ചിന്തിക്കുന്നില്ല. ശരിയാണല്ലോ, അവർ പറയുന്നതിലും കാര്യമുണ്ടല്ലോ എന്ന് അയാൾ ചിന്തിക്കുന്നില്ല. അയാൾക്കൊക്കെ എങ്ങനെ ഇവരിങ്ങനെ സമ്പാദിച്ചുകൊണ്ട് വരുന്ന കാശ് തിന്നാൻ തോന്നുന്നു? അല്ല, ജോലി ചെയ്ത് ജീവിക്കണം. ഇവൾക്ക് കണ്ട 3-4-5 ആണുങ്ങളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിമറിയാനൊക്കെ ഇവൾക്ക് ആരോഗ്യം ഉണ്ടല്ലോ. പിന്നെ ഇവൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി, ഇവൾ എന്തെല്ലാം തൊഴിൽ പഠിച്ചിട്ടുണ്ട്. അവൾ നേഴ്സിംഗ് പഠിച്ചിട്ടുണ്ട്, അവൾ എയർപോർട്ടിൽ ഏതാണ്ട് പഠിച്ചിട്ടുണ്ട്, മറ്റേത് പഠിച്ചിട്ടുണ്ട്, മറിച്ചത് പഠിച്ചിട്ടുണ്ടെന്ന്. അവൾ പഠിച്ചത് എന്തെങ്കിലും തൊഴിൽ അവൾ ചെയ്യട്ടെ. ഇവൾ എത്ര നാൾ ഇങ്ങനെ തുണി അഴിച്ചിട്ട്? ഇവൾ കഴിഞ്ഞ ദിവസത്തെ ഇവളുടെ കാണണം. അവൾ തുണിയെല്ലാം മാറ്റി വെച്ചേച്ച് ക്രീമും പുരട്ടി കണ്ട ആണുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന ഫോട്ടോ. ഈ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ലേ? അതായത് ഒരു ജെല്ലെടുത്ത് കയ്യിൽ വെച്ചിട്ട് കാലിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ തേക്കി വരുന്നത്. എന്തു ഇവർ അതിനകത്ത് ഉദ്ദേശിച്ചേ? ഇനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? ഞാൻ മോയ്സ്ചറൈസിങ് ക്രീം തേച്ചതാ, എൻ്റെ തൊലിയെല്ലാം കൂടെ പൊരിഞ്ഞിളവുന്നു, അതുകൊണ്ട് ഞാൻ തേച്ചാന്നുള്ള രീതിയിലായിരിക്കും ഇനി അതിൻ്റെ ന്യായീകരണമായിട്ട് വരുന്നത്. ഈ സ്ത്രീക്ക് എന്തും കാണിക്കാം. പബ്ലിക്കിൻ്റെ ഇടയിൽ വന്നിട്ട് ഇവർക്കൊരു മകൻ വളർന്നു വരുന്നതായിട്ടൊരു ചിന്തയില്ല. കാര്യം മൂത്ത പയ്യനെ പറ്റി യാതൊരു ചിന്തയില്ല, അത് അന്നുമില്ല ഇന്നുമില്ല. പക്ഷേ ഇളയ ഒരു കുട്ടിയില്ലേ, അവൻ്റെ ഭാവിയെ പറ്റി ചിന്തിക്കുന്നോ? പോട്ട്, ഒരു ചേച്ചിയില്ലേ, ചേച്ചിയുടെ ഹസ്ബൻഡില്ലേ, അവരുടെ മക്കളില്ലേ, അവരൊക്കെ മുന്നിൽ ഇവർക്ക് എങ്ങനെ ചെന്ന് നിൽക്കാൻ തോന്നുന്നു? അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്നൊരു കാര്യം, നെഗറ്റീവിലൂടെ ഏത് മാർഗവും സ്വീകരിച്ച് റീച്ച് ഉണ്ടാക്കുക. അതായത് ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണ്, എനിക്ക് റീച്ച് മതി, എനിക്ക് കുറച്ച് കാശ് മതി, ആ ഒരു ഇൻറ്റൻഷൻ വെച്ച് മാത്രം നടക്കുന്ന ഒരു സ്ത്രീ. ഫോട്ടോ അവിടെ റേറ്റ് എത്രയാന്ന് ഓരോരുത്തരും ചോദിക്കുന്നത്. നിങ്ങളൊരു അപ്പനല്ലേ? നിങ്ങൾ പള്ളിയുടെ ഏതാണ്ട് വലിയ ഭാരവാഹിത്വം വഹിച്ച് നടക്കുന്ന ഒരുത്തനല്ലേ? നാളേക്ക് സ്വന്തം തന്ത ഇത് കേൾക്കേണ്ട അവസ്ഥ ആലോചിക്കുക.
ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് പോയി, ഇനിയിപ്പം നേരെ ആക്കിയിട്ടും പ്രയോജനമില്ല. പക്ഷേ എന്നാൽ പോലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടന്ന് കാണിക്കുന്ന കുറച്ച് പരിപാടികൾ നിർത്താൻ പറ. ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഈ സെലിബ്രിറ്റി ടീമുകൾ തന്നെ. ഇവർക്കൊക്കെ നാണമില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവരൊക്കെ വന്നിരുന്നങ്ങ് പറച്ചിലായിരുന്നു, എന്ത് ചെയ്തോട്ടെ, എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന്. ഇപ്പോൾ ഇവർക്കൊന്നും ഒന്നും പറയാനില്ലേ? ആ ലൈവ് കണ്ടതിന് ശേഷം ഇപ്പോൾ ഓരോ മനുഷ്യർക്കൊന്നും മിണ്ടണ്ട. നമ്മൾ നിങ്ങളോട് മര്യാദയ്ക്ക് പറഞ്ഞു തന്നു, നിങ്ങൾക്കത് കേൾക്കാനും നിങ്ങൾക്കത് മകളെ മര്യാദയ്ക്ക് നിർത്താനും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, പിന്നെ ഇവളുടെ പേരിൽ ഞാൻ ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കാവുന്നിടത്തെല്ലാം കസ്റ്റംസ് ഇൻ്റലിജൻസി കൊടുക്കാവുന്നിടത്തെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. കരീഷ്മയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി വിദേശത്ത് പോവുകയോ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവളെ നല്ല രീതിയിൽ അവളെ ചെക്ക് ചെയ്യുകയും എടുക്കുകയും ചെയ്യും. പണ്ടത്തെ പോലെ അവൾക്ക് സ്വർണം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും അവൾക്ക് പറ്റത്തില്ല. ഈ ദുബായി പോയി ചെയ്ത പരിപാടികളെല്ലാം അറിയാം. ഇവിടെ കൂടെ പോയ ആണുങ്ങളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. ഇവളുടെ കൂടെ കിടന്ന് ദുബായി, ഞാനത് കൂടുതലായിട്ട് ഞാനത് എടുത്ത് പറയുന്നില്ല. എന്തായാലും തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിയെടുത്ത് എനിക്ക് ഒന്നും പറയാനില്ല. ഇത്രയൊക്കെ കേട്ടിട്ടും ഒരു ഉളുപ്പുമില്ലാതെ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ വേണം തന്തമാരായി കഴിഞ്ഞാൽ. തങ്കച്ചനാവണം എല്ലാവർക്കും മാതൃകയായിട്ടുള്ളൊരു വ്യക്തി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലവട്ടം ചിന്തിക്കും, ഇവർ ചെയ്യുന്ന തെറ്റിന് എന്തിനാണ് നമ്മൾ ഫാമിലിയെ കുറ്റം പറയുന്നത് എന്നൊക്കെ. പക്ഷേ കുറ്റം പറയാനൊരു സാഹചര്യം അവരായിട്ട് തന്നെ ഉണ്ടാക്കുകയാണ്. കാര്യം തങ്കച്ചനെ ആറ്റിറ്റ്യൂഡും പുള്ളിക്കാരൻ്റെ ഒരു ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു 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 എന്താ പറയണ്ടേ, ഇതൊക്കെ അറിഞ്ഞിട്ടും പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും കുറ്റം പറഞ്ഞു പോകും. സാധാരണ വേറെ എൻ്റെ അറിവിൽ വേറെ ഏത് വീട്ടിലാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ഏതെങ്കിലും മക്കൾ കാണിച്ചു കഴിഞ്ഞാൽ അടിച്ചങ്ങ് വെളിയിലിറക്കും. എവിടെങ്കിലും സമ്മതിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ എത്ര കേസ്, ഇപ്പം രേണുവിനെ മാറ്റി വയ്ക്കുക, ഇനി ഈ കേസിൽ കൃഷ്ണകുമാറിനെ പോലും എല്ലാവരും വിമർശിച്ചിട്ടില്ലേ? നിങ്ങൾ ആലോചിക്കുക, കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയിലുള്ള ഏറ്റവും ഇളയ കുട്ടി ഹൻസിക കാണിച്ചതിന് കൃഷ്ണകുമാറിനെ പറ്റി ഇവിടെ എല്ലാവരും നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് എന്തൊക്കെയുണ്ട്, പൈസയുണ്ട്, ഫെയിമുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും ആ പ്രവൃത്തി കാണിക്കേണ്ട ഒരു ആവശ്യം ആ ഒരു പെൺകുട്ടിക്കില്ല. അതങ്ങനെ തന്നെ പറയും. ഇനി സാമാന്യ ബോധമുള്ളവരാരായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. അതേപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു കേസ് എടുത്തത്. ഇവരെ സംബന്ധിച്ച് ഇവർ ഫിനാൻഷ്യലി നല്ല ഡൗൺ ആയിരുന്നു, പിന്നെ കയറി വന്നു. പക്ഷെ പൈസ ഉണ്ടാക്കാൻ ഏത് മാർഗവും സ്വീകരിക്കുക എന്ന് പറയുന്നൊരു നിലപാടുണ്ടല്ലോ, അത് ശരിയല്ല. ഇതിപ്പം ഇങ്ങനെ ഇപ്പം കാണിക്കുന്ന ഇത്തരത്തിലൊക്കെയുള്ള പ്രവണത മക്കളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ 100% നമ്മളെല്ലാവരും വിമർശിക്കും. പോയി കിടന്ന ആണുങ്ങളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളൊരു തന്തയല്ലേ? നിങ്ങൾ നിങ്ങളുടെ മകളെ വ്യഭിചരിക്കാനാണ് പഠിപ്പിച്ചത്, വ്യഭിചരിച്ച് ജീവിക്കാനാണ് പഠിപ്പിച്ചത്. ബൈബിളിൽ പറയുന്നുണ്ടോ വ്യഭിചരിച്ച് ജീവിക്കാൻ? ഭർത്താവ് മരിച്ച സ്ത്രീകളെല്ലാം വ്യഭിചരിച്ചാണോ ജീവിക്കുന്നത്? നിങ്ങൾക്ക് അത് കൊണ്ടൊന്ന് തിന്നാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളൊരു തന്തയാണോ? നിങ്ങളൊരാണാണോ? സ്വന്തം മകള് വ്യഭിചരിച്ചിട്ട് കൊണ്ടുവരുന്നത് ഒരു കുടുംബം മൊത്തം തിന്നുന്നത്. നിങ്ങളൊരു നാട്ടുകാർ തന്ന ഒരു വീടിൻ്റെ അകത്ത്, ഒരച്ഛനും എല്ലാവരും കൂടി തന്ന ഒരു വീടിൻ്റെ അകത്ത്. അച്ഛൻ എന്തായാലും ഈ പരിസരത്തൊന്നും ഇല്ല കേട്ടോ. അച്ഛനെ കാണാൻ പോലും ഇല്ല, അച്ഛനൊന്നും റിയാക്ട് ചെയ്യുന്ന പോലും ഇല്ല. പുള്ളിക്കാരന് തന്നെ പേഴ്സണലി തോന്നിക്കാണും കാലങ്ങൾ തെളിയിക്കും പുള്ളിയുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന്. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണിത്. പുള്ളിയുടെ ഒരു ക്വാളിറ്റി എന്താണെന്ന് നമുക്കെല്ലാവരും മനസ്സിലാക്കിയത്. അവരുടെ സങ്കടം അറിഞ്ഞ് അവർക്ക് വസ്തു കൊടുത്തതാണ്. അല്ലാതെ ആ മനുഷ്യന് അവരെ യാതൊരു രീതിയിലും അവരെ ദ്രോഹിച്ചിട്ടില്ല. പക്ഷേ എന്നിട്ടും ആ ഒരു മനുഷ്യനെ എന്തെല്ലാം രീതിയിൽ ഇവർ മറ്റേ അനാവശ്യങ്ങൾ പറഞ്ഞു, വിഷപ്പാമ്പെന്ന് വരെ ഇവർ വിളിച്ചില്ലേ. എന്തായാലും ദൈവമായിട്ട് ഇവർക്കിപ്പം കൊടുക്കുന്ന ഒരു ശിക്ഷയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കിടന്നുകൊണ്ട് നിങ്ങൾ എന്തുവായി കാണിക്കുന്നതൊക്കെ? ഇതൊക്കെ നിങ്ങൾ ദൈവസന്നിധി നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും കേട്ടോ. ഇവളുടെ അഹങ്കാരമൊക്കെ, ഇവള് അഹങ്കാരിയോ എന്തോ ആയിക്കോട്ടെ, ഇവള് വ്യഭിചരിക്കണോ? അവള് വ്യഭിചരിച്ചോട്ടെ. അവള് പേഴ്സണലായിട്ട് അവള് ആരെ വിളിച്ച് വേണമെങ്കിൽ വ്യഭിചരിക്കുകയോ കാശുണ്ടാക്കും. ഇവളെന്തിനും ഇതൊക്കെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിലോട്ട് ഇടുന്നത്? ഇവളെന്തിന് സബ്സ്ക്രിപ്ഷൻ എടുത്തു? ഈ ഭർത്താവ് മരിച്ച സ്ത്രീകൾ സബ്സ്ക്രിപ്ഷൻ എടുത്ത് തുണി അഴിച്ചിട്ട് വയറ് കാണിച്ചും ബുക്കിൾ കാണിച്ചും വട കാണിച്ചുമാണ് അവള് പറയുന്നത് വട അവിടെ ചെറിയ വടയാന്നും. നിങ്ങളിതൊന്നും കാണുന്നില്ലേ തന്തേ? ഇതൊന്നും കാണുന്നില്ലേ?
നിങ്ങൾക്ക് പോയി ആത്മഹത്യ ചെയ്യ്. ഇതൊന്നും മകളെ മര്യാദയ്ക്ക് നിർത്താൻ കഴിവില്ല. എന്തിനിങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ? നിങ്ങളുടെ അച്ഛന്മാരെ ഞാനൊന്ന് കാണട്ടെ, നിങ്ങളുടെ പള്ളിയിലെ കൊണസാണ്ടർമാരെ എല്ലാവരും ഞാനൊന്ന് കണ്ട് ഇവളുടെ ഈ വീഡിയോസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. കാണിച്ച് ഇവൾ എന്താ ചെയ്യണേന്ന് അവരറിയണമല്ലോ. അതിൻ്റെ ഇത് നിങ്ങളോട് അവർ ചോദിക്കും. ഈ പള്ളിയിലെ ആൾക്കാർ നിങ്ങളോട് ചോദിക്കും. ഇത്രയാണ് ആ ഒരു വോയിസ്. ഈ ഒരു വോയിസ് കേട്ടിട്ട് തങ്കച്ചൻ നേരെ അയച്ചു കൊടുത്ത ആർക്കാണ്? അഡ്വക്കേറ്റിന് അയച്ചു കൊടുത്തത്. അഡ്വക്കേറ്റിൻ്റെ പേര് ബിന്ദു കൃഷ്ണ എന്നെങ്ങാണ്ടാണ്. അതിനുശേഷം ആ അഡ്വക്കേറ്റ് ഈ വോയിസ് അയച്ച വ്യക്തിക്ക് വാട്സാപ്പിലൂടെ ഒരു ടൈപ്പ് ചെയ്തിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ മെസ്സേജ് അവിടെ വായിച്ചു തരാം. സുഹൃത്തെ, ഞാൻ രേണു സുധിയുടെ അച്ഛൻ തങ്കച്ചൻ്റെ വക്കീൽ ബിന്ദുവാണ്. എൻ്റെ കക്ഷി ഹൃദയരോഗിയായ ഒരു മുതിർന്ന പൗരനാണ്. നിങ്ങൾ അയാളെ ഭീഷണിപ്പെടുത്തുകയും ആത്മഹത്യ ചെയ്യാൻ പറയുകയും ചെയ്യുന്ന ഒരു വോയിസ് അദ്ദേഹം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. മേലിൽ അയാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തരുത്. അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിരന്തരമായി മകൾ രേണുവിനെക്കുറിച്ച് അടിസ്ഥാനരഹിതവും അപമാനകരവും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതുമായ മെസ്സേജുകൾ അയക്കുന്നത് അവസാനിപ്പിക്കുക. ഇനിയും ഇത്തരം കുറ്റകൃത്യം ആവർത്തിക്കുകയാണെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതാണ്. എന്തോന്ന് നിയമ നടപടി? എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം അവർ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്നത് നിർത്താനുള്ള എന്തെങ്കിലും ഒരു മാർഗം നോക്ക്. അത് മാത്രമല്ല, എന്തൊരു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നെന്നോ? ഇതൊക്കെ കാണുന്നതിലും ഭേദം പോയി ചത്തൂടെ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. അല്ലാതെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്ന് പറയുന്ന സാധനമൊന്നുമില്ല അതിനകത്ത്. പിന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചു എടുത്തു എന്നൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിയാണ്, അതിനകത്ത് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വകുപ്പ് ഇടാൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ള രീതിയിൽ വകുപ്പ് ഇട്ടിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് അപരാധം കാണിക്കാത്ത സ്ത്രീകളെ നിങ്ങൾ ക്രൂശിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്ന് വല്ല ബോധമുണ്ടോ? ഈ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന വ്യക്തിയാണ് ആദ്യം ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ കക്ഷി എന്ന് പറയുന്ന രേണു സുധി അവർ കാണിക്കുന്ന പ്രവൃത്തികൾ ശരിയാണോ? അവരെ ആദ്യമേ നന്നാക്ക്. അതിനുശേഷം ബാക്കിയുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള രീതിയിൽ ഓരോ മെസ്സേജ് അയച്ചു കൊടുക്ക്. എനിക്കിത് കൂടുതലൊന്നും വേറെ ഒന്നും സംസാരിക്കാനില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ ഇത്രയും തോന്നിവാസങ്ങൾ കാണിച്ചിട്ടും പിന്നെ അതിനായിരിക്കും നോക്ക്. തങ്കച്ചനെയാണ് സമ്മതിച്ചു തരേണ്ടത്. തങ്കച്ചന് യാതൊരു കുലുക്കവും ഇല്ല. തങ്കച്ചൻ നൈസായിട്ട് അപ്പോഴേ വോയിസ് എടുത്ത് അപ്പുറത്തങ്ങ് അയച്ചു കൊടുത്തിട്ട് അവരെ പോയി ഒന്ന് പേടിപ്പിക്കേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ പേടിപ്പിക്കുമല്ലേ? ഇതല്ലേ ശരിക്കും പറഞ്ഞാൽ അവരെ വരട്ടുന്നത്? എന്തായാലും ഇവരെ ആരെയും ഉപദേശിച്ച് നമുക്ക് ഒരിക്കലും നന്നാക്കാൻ പറ്റത്തില്ല. ഇവർക്കൊക്കെ സ്വന്തമായിട്ട് തോന്നണം, അത്രേ ഉള്ളൂ. എന്തായാലും കിച്ചുവിന് ഇത് മനസ്സിലാക്കി അവനായിട്ട് തന്നെ അങ്ങ് വെച്ചു കഴിഞ്ഞ് അവനെന്തായാലും അവൻ്റെ ലൈഫ് പോയിട്ട് അവൻ നല്ല രീതിയിൽ പോവുക. ദൈവത്തോർത്ത് ഇനി അങ്ങോട്ട് കെട്ടിയെടുത്ത് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ആ പരിപാടിയും കൂടെ അങ്ങ് നിർത്തിയാൽ നന്നായിരിക്കും. ഋതപ്പനെ കാണാനുള്ളൊരു അവകാശം അവർ തടഞ്ഞു വെച്ച് കഴിഞ്ഞാലും കിച്ചുവിനുണ്ട്. അത് കോടതിയിൽ പോയി കഴിഞ്ഞാലും കിട്ടും. അല്ലാതെ അവരുടെ സമ്മതം വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. കാര്യം നിൻ്റെ അച്ഛൻ്റെ മകൻ തന്നെയാണത്. മനസ്സിലായില്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് വേദലക്ഷ്മിയുടെ വീഡിയോ ഇവിടെ കാണിക്കാം. വേദലക്ഷ്മിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബിഗ് ബോസിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. അതായത് രേണുവിൻ്റെ സീസണിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻ്റാണ് വേദലക്ഷ്മി. പുള്ളിക്കാരത്തി ഈ സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണത്. അതായത് ഇനി ഒരു മനുഷ്യരും ഇത്തരത്തിലുള്ള അപരാധങ്ങൾ കാണിക്കരുത്. അതിന് എത്രമാത്രം നിങ്ങൾക്കൊക്കെ പ്രതികരിക്കാൻ പറ്റുമോ അങ്ങ് മാക്സിമം പ്രതികരിച്ചോ. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നിങ്ങൾക്ക് ഈ സബ്സ്ക്രിപ്ഷൻ്റെയും എക്സ്ക്ലൂസീവ് കോണ്ടന്റിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്നറിയോ? ഈ വീഡിയോ എസ്പെഷ്യലി സമൂഹത്തിലേക്ക് കുറച്ച് ബാഡ് ഇമ്പാക്റ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ്, വ്ളോഗേഴ്സ് ആൻഡ് സെലിബ്രിറ്റീസിന് എക്സ്ക്ലൂസീവ്ലി ഉള്ളതാണ്. സമൂഹത്തിൽ ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്, അതായത് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ കാണിച്ചിട്ട് ഇവർ മാക്സിമം കാശ് ഉണ്ടാക്കുവാണ്. അത് സോഷ്യൽ മീഡിയയിലെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഇവരുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രീതിയിലുള്ള കണ്ടൻറ്റുകൾ പോസ്റ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഇൻസ്റ്റാഗ്രാം അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നാണ് ഇവർ പലരും ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു മനുഷ്യരും കേസ് കൊടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കുന്നതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫെമിനിസം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുവാണ്. നിങ്ങളിപ്പോൾ ഈ കണ്ട വീഡിയോ തെലങ്കാനയിലെ ആങ്കർ, ആക്ട്രസ്, XBB കോണ്ടസ്റ്റന്റ് ഒക്കെ ആയിരുന്ന വിഷ്ണുപ്രിയ സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നേരിടുന്ന ഒരു പരസ്യ മാധ്യമ വിചാരണയാണ്. വിജയവാഡയിലെ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച് യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നുള്ള പേരിൽ ഹൈദരാബാദ് പോലീസിന് കൊടുത്ത ഒരു കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. കണ്ടല്ലോ, രേണുവിൻ്റെ പേരിൽ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റും.
രേണു കഴിഞ്ഞ ദിവസം ആ ലൈവിൽ കാണിച്ചു കൂട്ടിയ പ്രവൃത്തി നിങ്ങളെല്ലാവരും കണ്ടതാ. ഒരു മനുഷ്യരും ഇത് കേസുമായിട്ട് ഇറങ്ങുന്നില്ല. അഥവാ ഇനി കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലീസുകാരൊന്നും വലിയ രീതിയിൽ ഇങ്ങനെ കേസ് എടുക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആരും ഏതെങ്കിലും ഒരു വല്ല അഡ്വക്കേറ്റ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇത്തിരി പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഈ ഒരു വിഷയമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. അല്ലാതെ സാധാരണപ്പെട്ട നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെയൊക്കെ പുറകെ കേസുമായിട്ട് ഇറങ്ങിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. ശരിക്കും പറഞ്ഞാൽ രേണുവും കാണിച്ച ഇതേ സെയിം പ്രവൃത്തിയല്ലേ, ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ജനങ്ങളുടെ ഇടയിലോട്ട് അത് പ്രചരിപ്പിക്കുക, എന്നിട്ട് അത് വിറ്റ് കാശുണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കുക. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യേണ്ട സൈറ്റ് വേറെ പല സൈറ്റുകളോ, അല്ലാതെ ഒരിക്കലും ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള അല്ല. അത് കൂടുതലൊന്നും പറയുന്നില്ല. 2 ദിവസം മുന്നേ ടെലിഗ്രാം മാഫിയെ കോൾ ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ എസ്പെഷ്യലി കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ് അങ്ങനെ കുറച്ച് പേരുടെ കാര്യങ്ങളും കോൾ ഔട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എസ്പെഷ്യലി സ്ത്രീകൾ. സ്ത്രീ സുരക്ഷയ്ക്ക് ഇത്രയും ഊന്നൽ കൊടുക്കുന്ന ഇന്നത്തെ കാലത്ത് തന്നെ സമൂഹത്തിന് മാതൃക ആവേണ്ടവർ തന്നെ പണത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു വലിയ വിഭാഗത്തിനെ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. സത്യമാണ്. സ്ത്രീ സുരക്ഷത എന്നും പറഞ്ഞിട്ട് കുറേ എണ്ണം അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുക. മെയിനായിട്ട് കുറേ ഫെമിനിറ്റികൾ. ഇവർക്കാർക്കും ഇതിനൊന്നും എതിരെ പ്രതികരിക്കണ്ട, കമാന്നൊരക്ഷരം മിണ്ടണ്ട. ഇതാണോ സ്ത്രീ സുരക്ഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എനിക്കറിയാൻ മേലാണ്ട് ഞാൻ ചോദിക്കുക, എന്ത് സുരക്ഷതയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? എത്രത്തോളം എക്സ്പോസ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഇടുന്നോ അല്ലെങ്കിൽ വീഡിയോ ഇടുന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലൈവുകൾ ഇടുന്നോ എത്രത്തോളം പ്രചരിപ്പിക്കാവോ അത് മാക്സിമം പ്രചരിപ്പിക്കുന്നത്. ഇതിനൊന്നും ഒരു മനുഷ്യർക്കും പ്രതികരിക്കേണ്ട. നമുക്കൊക്കെ വളർന്നു വരുന്ന ഒരുപാട് തലമുറ ഉണ്ടെന്ന് പോലും ആരും ചിന്തിക്കുന്നില്ല. കൊച്ചു കുട്ടികളെ വരെ ഇത് സത്യം പറഞ്ഞാൽ ബാധിക്കുന്നുണ്ട്. മലയാളത്തിൽ ഉൾപ്പെടെ സൗത്ത് ഇന്ത്യയിലെ ലീഡിംഗ് സെലിബ്രിറ്റീസ് ആയിരുന്ന കിരൺ റാത്തോർ, പൂനം ബാജ്വ തുടങ്ങിയ മുൻനിര നായികമാർ പോലും സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നഗ്നതാ പ്രദർശനം നടത്തി പണം സമ്പാദിക്കുന്നുണ്ട്. ഇത് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, വ്ളോഗേഴ്സ് ഒക്കെ ആയിട്ടുള്ളവർ, അതും 1 മില്യൺ 2 മില്യണേഴ്സ് ഒക്കെ ഫോളോവേഴ്സ് ഉള്ളവർ തന്നെ ഇതേ വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. പണമായിരിക്കാം മെയിൻ മോട്ടീവ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഹൻസിക കൃഷ്ണയുടെ വിഷയം. 1 മില്യന് പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആ ഒരു കൊച്ചു പെൺകുട്ടി, അത് കൊച്ചു പെൺകുട്ടി എന്നേ പറയാൻ പറ്റും. ആ പെൺകുട്ടി ഇത് ചെയ്യേണ്ടതെന്നും ഒരു കാര്യം ഇവിടെ ഇല്ല. മനസ്സിലായില്ലേ? വെറുതെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ഇങ്ങനെയുള്ള പ്രവൃത്തി കാണിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ ഹൻസികയുടെ കേസ് വീണ്ടും എടുത്തെടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൻസികയ്ക്ക് ഒരു ചേച്ചിയുണ്ട്, അഹാന കൃഷ്ണ. അഹാനയുടെ സബ്സ്ക്രിപ്ഷൻസ് നിങ്ങൾ ആരെങ്കിലും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എടുത്ത് നോക്കിയാൽ മതി. ഒരു രീതിയിൽ ഒരു മോശപ്പെട്ട ഒരു വീഡിയോ പോലും അതിൽ കാണിക്കാൻ പറ്റത്തില്ല. ആ കുടുംബത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള അഹാനെ മാത്രമേ ഉള്ളൂ. കാര്യം അഹാനയുടെ പെരുമാറ്റം, അഹാനയുടെ സംസാരമൊക്കെ പിന്നെയും ഇൻട്രസ്റ്റിംഗ് ആയി. ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ദിയാ കൃഷ്ണയുടെയൊക്കെ കഴിഞ്ഞ ദിവസം വന്ന വീഡിയോ ഒക്കെ കണ്ടതാണല്ലോ. ഇതുപോലെ ഒരു എന്തോ പറയണ്ട അഹങ്കാരം തലയ്ക്ക് പിടിച്ചൊരു സ്ത്രീ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഹൻസികയുടെ കേസ് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല. അവരുടെ പേരൻസിന് സത്യം പറഞ്ഞാൽ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യാന്നേ ഉള്ളൂ. പക്ഷേ ആരും എവിടെയും ഒന്നും ചെയ്യുന്നത് ഞാൻ കാണുന്നില്ല. പക്ഷേ അവര് പണം കൊടുത്ത് കുറച്ച് ആളുകൾ മാത്രം കാണും എന്ന് വിചാരിക്കുന്ന ഈ കോണ്ടന്റ്സ് അത് പിന്നെ റീറെക്കോർഡ് ചെയ്തിട്ട് തുടർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക ഡീപ് വെബ് പോലുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ഓഡിയൻസിലോട്ട് മാത്രമല്ല ഈ കോണ്ടന്റ്സ് എന്നെത്തുന്നത്. ഡേ ടു ഡേ ലൈഫിൽ സാധാരണക്കാർ എല്ലാ ദിവസവും കാണുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം വീട്ടിലെ പെൺകുട്ടികളും സ്ത്രീകളും പോലും ഇതേ ഒരു വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ കണ്ട ടെലിഗ്രാം ചാനലിൽ മാക്സിമം ഭൂരിഭാഗം ആൾക്കാരുണ്ടായിരുന്നത് ഓർഡിനറി ആയിട്ടുള്ള മലയാളി പെൺകുട്ടികളും സ്ത്രീകളും തന്നെയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സിനെ തന്നെ ഫസ്റ്റ് കോൾ ഔട്ട് ചെയ്യണമെന്ന് തോന്നിയത്. ഇവരെ ആദ്യമേ നിർത്താതെ നമ്മൾ ബാക്കിയുള്ളവരെ നിർത്തിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവരെയാണ് പ്രധാനമായിട്ട് നിർത്തിക്കേണ്ടത്. കാര്യം ഇവരുടെ ഇങ്ങനെയുള്ള ഇവർ വിചാരിക്കും ഇത് വേറെ ആരും കാണുന്നില്ല, ഇത് ഞാൻ സ്റ്റോറി ഇട്ടിരിക്കും, ഇത് 24 hours കഴിയുമ്പോൾ ഡിസപ്പിയർ ആവുകയാണെന്ന്. എന്നാൽ ഈ സാധനം തന്നെ എടുത്ത് പലയിടത്തും വിൽക്കുകയും എടുക്കുകയും വേറെ രീതിയിൽ ഈ സാധനങ്ങൾ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരാരും ചിന്തിക്കുന്നില്ല ഇതിൻ്റെ ഒരു സീരിയസ്നെസ് എന്തുമാത്രമാണെന്ന്. ബോധം വിവരമുള്ള ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ ഇതൊക്കെ? ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കി വെച്ച് ഇത്തരം തോന്നിവാസങ്ങൾ കാണിക്കുവാണ്. കഴിഞ്ഞ ദിവസം ജാനകി എന്ന് പറയുന്ന ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് വന്നിരുന്ന് പറഞ്ഞിട്ടില്ലേ, 399 രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും കാണാം, ഞാൻ നിങ്ങൾക്ക് അല്ലാതെ എനിക്ക് പേഴ്സണലി വന്ന് അത് അയച്ചു തരുമോ ഇത് അയച്ചു തരുമോ എന്ന് ചോദിക്കാതെ പൈസ നിങ്ങൾ എടുക്കണം, പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷനകത്ത് അത്യാവശ്യം കാണേണ്ടത് കാണാം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വന്ന് സംസാരിക്കുക. അപ്പോൾ അച്ചയ്ക്ക് വന്ന് വിളിച്ച് പറയുക. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം കോണ്ടന്റ്സ് കണ്ടാലോ അല്ലെങ്കിൽ ഇത് സർക്കുലേറ്റ് ചെയ്യുന്ന ചാനൽസ് ശ്രദ്ധയിൽപ്പെട്ടാലോ ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്ത് ഇതിനൊരു എൻഡിലെത്തിക്കണം. കാരണം ഇപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഓൾറെഡി നിൽക്കുന്നത്. ഇത് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയത്തില്ല. നാളെ കാലത്ത് നമുക്ക് പരിചയത്തിലുള്ള ഒരാൾക്ക് പോലും ഇത് വന്നാലും ഇതുപോലൊരു ചതിയിൽ അവർ ചെന്ന് പെട്ടാലും നമ്മൾ ചിലപ്പോൾ നോക്കി നിൽക്കേണ്ടി വരും.
സോ അതുകൊണ്ട് ഇത്തരത്തിലൊക്കെയുള്ള പേജുകൾ മാക്സിമം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. ഒരു മാസ് റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് അതിന് മേ ബി എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തികൾ ഇനിയും ഒരിക്കലും ഒരു മനുഷ്യരും ചെയ്യാതിരിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. തങ്കച്ചൻ്റെ പ്രതികരണമൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അവർക്കൊന്നും യാതൊരുവിധ കൂസലുമില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.